ഹലോ ഗൈസ് എന്തൊക്കെയുണ്ട് വിശേഷം? ഞാൻ വിഷുവിന് പെയർ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ജ്വല്ലറീസ് മീഷോന്ന് ഭയങ്കര അഫോർഡബിൾ ആയിട്ട് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നിങ്ങളെയും കൂടി കാണിക്കാമെന്ന് വെച്ചു. ഫസ്റ്റ് വന്നിട്ട് ഈ ഒരു സെറ്റ് ഓഫ് ഇയറിംഗ്സ് തന്നെയാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും, നല്ല ഫിനിഷിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് കുത്തുന്ന കളറോ കാര്യങ്ങളോ ഒന്നും അല്ല. പക്ഷേ ഇത് വന്നിട്ട് സ്മോൾ സൈസ് ആണ്. എൻ്റെ എല്ലാം വലിയ ജുംക്ക ആയതുകൊണ്ട് മിനിമലായിട്ട് പെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള കുഞ്ഞു ജുംക്കാസ് ആയിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതിൽ 5 പേർ വന്നിട്ടുണ്ടായിരുന്നു. അറൗണ്ട് ഒരു 160 റുപ്പീസിൻ്റെ അടുത്തായിരുന്നു ആയിട്ടുണ്ടായിരുന്നത്. നെക്സ്റ്റ് വന്നിട്ട് ഈ ഒരു ജ്വല്ലറി സെറ്റാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ വിഷുവിന് പെയർ ചെയ്തിട്ടുണ്ടായിരുന്നത്, സാരിയുടെ ഒപ്പം പെയർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ ഒരു ജ്വല്ലറി സെറ്റായിരുന്നു കേട്ടോ. നല്ല ക്വാളിറ്റിയും നല്ല ഫിനിഷിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. പ്രത്യേകിച്ച് ഈ ചില ജ്വല്ലറീസിന് കാണാം റെഡ് റെഡ് കളർ എടുത്ത് നിൽക്കുന്നത്. അങ്ങനത്തെ ഒന്നും ഉണ്ടായിരുന്നില്ല. നല്ല ഗോൾഡ് മാറ്റ് ഫിനിഷിംഗ് തന്നെയായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. ജുംക്കയാണെന്നുണ്ടെങ്കിലും അത്യാവശ്യം നല്ല ക്വാളിറ്റിയും നല്ല ഫിനിഷിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇതിന് വന്നിട്ട് അറൗണ്ട് ഒരു 250 ടു 270 അടുത്തായിരുന്നു ആയിട്ടുണ്ടായിരുന്നത് കേട്ടോ. വർത്തായിട്ട് തോന്നി. അടുത്തതാണ് ഭയങ്കര എലഗന്റ് ആൻഡ് ക്ലാസി ലുക്കിലുള്ളൊരു നെക്ലസ് ആണ്. ഇത് ഭയങ്കര രസമാണ്, ഭയങ്കര ഭംഗിയാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. പീക്കോക്ക് ഡിസൈനിൽ വന്നിട്ട് താഴെ പേൾ ബീഡ്സ് ഹാങ് ചെയ്ത് കിടക്കുന്ന തരത്തിലായിരുന്നു ഈ നെക്ലേസ്. കാണുമ്പോൾ തന്നെ ഭയങ്കര രസമാണ്. അറൗണ്ട് ഒരു 180 റുപ്പീസിൻ്റെ അടുത്തായിരുന്നു ഇതിനായിട്ടുള്ളത്.